ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളായി ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്, കാരണം അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ആളും അനക്കമൊന്നുമില്ല, ഞാനും എൻ്റെ ഇളയ മോനും അത്രേ ഉള്ളൂ. പിന്നെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം കുറവാണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത്, എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. എന്തെന്നാൽ എനിക്ക് ഗുരുവായൂർക്ക് പോകാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു. അതൊരു മഹാഭാഗ്യം തന്നെയാണ്, എന്നെ സംബന്ധിച്ച് അതൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ പോയിട്ട് ഇപ്പം 2-3 ദിവസമായി. അന്നൊന്നും വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ 2 ടീച്ചർമാരെ എല്ലാ മാസവും ഗുരുവായൂർക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് അപ്പോൾ എനിക്കതൊരു ആഗ്രഹം. ഞാനങ്ങനെ അവരോട് തിരക്കി, നിങ്ങൾ എങ്ങനെയാണ് പോണേ, എപ്പോഴാണ് പോണേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. അങ്ങനെ അവരെന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഇയാൾ വരുന്നുണ്ടോ ഗുരുവായൂർക്ക് പോകാൻ, നമ്മളിങ്ങനെ പോകുന്നു. അപ്പോഴേ സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, അവരുടെ അനുവാദം വാങ്ങിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, നിനക്കൊരു ഭാഗ്യമല്ലേ അത് കിട്ടിയിരിക്കുന്നത്, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന്. ചെല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ, അണ്ണാ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, മോനുമായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ട്രെയിനിലൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞ്, നീ അങ്ങനെയൊന്നും നീ ഉറങ്ങത്തൊന്നുമില്ല, നീ കൊച്ചിനെ നീ നോക്കിക്കോളൂ, നീ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഗുരുവായൂരപ്പം നിൻ്റെ കൂടെ എപ്പോഴും കാണും, നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ ധൈര്യമായിട്ട് പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. നമ്മൾ രാവിലെയുള്ള ട്രെയിനിലാണ് കേട്ടോ പോയത്, രാവിലെയുള്ള ട്രെയിനിലാണ് പോയത്. അങ്ങനെ പോയി ചെന്നു. 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഗുരുവായൂരെത്തി. പിന്നെ നമ്മൾ അവിടെയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ട്. അവർ പിന്നെ എല്ലാ മാസവും പോണത് കൊണ്ട് അവർക്ക് വലിയ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ല പുതുമയായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഇളയ മോൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ ഹസ്ബൻഡും ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അന്ന് പെട്ടെന്നൊന്ന് കയറി തൊഴുതു, പെട്ടെന്നൊന്ന് ഇറങ്ങി, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ പോയപ്പോൾ ഞാൻ അന്നദാനം കഴിച്ചു, അവിൽദാനം കഴിച്ചു, പിന്നെ ശീവേലി കണ്ടു, കൃഷ്ണനാട്ടം കണ്ടു. ഇതിൽ പരം ഒരു ഭാഗ്യം എന്താ വേറെ? സത്യം എൻ്റെ മനം നിറഞ്ഞു. അങ്ങനെ അതെല്ലാം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്നദാനമൊക്കെ ഗുരുവായൂരൊക്കെ പോയിട്ട് അന്നദാനമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. വലിയ ക്യൂ ഒന്നുമില്ലായിരുന്നു. കൊച്ചിനെ കൊണ്ടായാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. എനിക്ക് നല്ല രീതിയിൽ അങ്ങ് ഫ്രീ ആയിട്ട് തന്നെ തള്ളോ ഞെരുക്കോ ഒന്നുമില്ലാതെ തന്നെ എല്ലാത്തിനും സാധിച്ചു. ഗുരുവായൂർ കണ്ണനെ ഞാൻ കണ്ടത് സ്റ്റഡി ആയിട്ട് കൈയൊക്കെ താത്തിട്ട് നിൽക്കുന്ന രൂപമാണ് ഞാൻ കണ്ടത്. മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന രൂപമാണ് കണ്ടത്. പക്ഷേ എൻ്റെ കൂടെ വന്ന മറ്റേ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓടക്കുഴൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെയാണ് കണ്ടതെന്ന്. മായക്കണ്ണൻ്റെ ഓരോരോ വികൃതികളെ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പല പല രൂപത്തിലാണ് കണ്ണനെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കള്ളക്കണ്ണനാ, വികൃതി കണ്ണനാ. അപ്പം അങ്ങനെയുള്ള മായകളൊക്കെ കാണിച്ച് കുട്ടിയിലേ ഉള്ള അത്ഭുതം. അങ്ങനെ എൻ്റെ കണ്ണൻ വിചാരിച്ചു, ഇവൾക്ക് എന്നെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അപ്പോൾ ഇവളെ എനിക്കും കാണണം എന്ന് വിചാരിച്ച് എന്നെ അവിടെ എത്തിച്ചു, ഭഗവാന്റെ മുന്നിൽ എത്തിച്ചു എന്നെയും. സത്യം എനിക്ക് ആ ടീച്ചർമാരുടെ വളരെ വളരെ നന്ദി ഉണ്ട്. എന്നുവെച്ചാൽ അവരെങ്ങനെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതേ ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു, എനിക്ക് ഗുരുവായൂർക്ക് പോകണം. എല്ലാവരും ഇങ്ങനെ മാസം തോറും ഗുരുവായൂർക്ക് പോകണം, എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാൻ അവരോട് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചപ്പോൾ തന്നെ അവരെന്നെ തിരിച്ച് വിളിക്കുകയും നീ വരുന്നോന്ന് ചോദിക്കുകയും എന്നെ വിടാനുള്ള മനസ്സെൻ്റെ ഹസ്ബൻഡ് കാട്ടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കേ ഞാനൊരു ഭാഗ്യവതിയാണ്.
പിന്നെ അവിടെ ചെന്ന് ശീവേലി, അന്നദാനം, അവിൽദാനം ഒക്കെ കഴിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഭാഗ്യവതി തന്നെയാണ്. എനിക്കെൻ്റെ കൃഷ്ണനെ നന്നായിട്ട് കാണാൻ പറ്റി, അവിടെ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റി, കൃഷ്ണൻ്റെ രൂപത്തിൽ മാല ഇടാൻ പറ്റി, മണിയടിക്കാൻ പറ്റി. വെളിയിലത്തെ കുഞ്ഞ് കൃഷ്ണ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ അതിനകത്ത് കുറച്ച് മണികളൊക്കെ സൈഡിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് മണിയടിക്കാൻ പറ്റി. പിന്നെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ, അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ അവിടുത്തെ ഒരു വിവാഹം കണ്ടു, ഗുരുവായൂർക്ക് ഉള്ളൊരു വിവാഹം കണ്ടു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. ഞാൻ പോയിട്ടിപ്പം 2-3 ദിവസം കഴിഞ്ഞു. അന്ന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോഴെല്ലാവരും പോകണം കേട്ടോ ഗുരുവായൂർക്ക്. നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, പക്ഷേ കണ്ണനും കൂടെ വിചാരിക്കണം നമ്മൾ അവിടെ ചെല്ലണം, കണ്ണനെ കാണണമെന്ന്. ഞാൻ ഒത്തിരി പേരെ വിളിച്ചു പോകാൻ നേരത്തെ. എൻ്റെ ചേച്ചിയെ വിളിച്ചു, എൻ്റെ കുഞ്ഞമ്മയെ വിളിച്ചു, എൻ്റെ കുഞ്ഞമ്മേരെ മോളെ വിളിച്ചു. പക്ഷേ അവർക്ക് ആർക്കും വരാനായിട്ടുള്ള സാഹചര്യം ഇല്ല. പക്ഷേ എന്നെ കൃഷ്ണൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു. എല്ലാം കൊണ്ടും എനിക്ക് പോകാനുള്ള സാഹചര്യം ഒത്തുകിട്ടി. ഞാൻ മോനോട് പറഞ്ഞു, മോനെ എൻ്റെ ഈ പൈസയൊന്നുമില്ല, അതുകൊണ്ട് നീ അവിടെ ചെന്ന് സാധനങ്ങളൊന്നും ആവശ്യപ്പെടരുത്, അമ്മയുടെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ അവിടെ ചെന്ന് കളിപ്പാട്ടങ്ങളൊക്കെ തൊട്ട് നോക്കത്തേ ഉള്ളമ്മേ, ഞാൻ ഒന്നും വേണമെന്ന് ആവശ്യപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മോനേന്ന്. വൈകുന്നേരം ആയപ്പോഴോ അച്ഛൻ 200 രൂപ കൊണ്ടൊന്ന് മോൻ്റെ കൈ കൊടുത്തിട്ട് പറയണം, മോനെ ഇത് മോന് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കണേന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, കണ്ട കൃഷ്ണൻ്റെ ഓരോരോ മായകളാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് എൻ്റെ മോന് കളിപ്പാട്ടം വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അത് അച്ഛൻ്റെ രൂപത്തിൽ കൃഷ്ണനായിട്ട് വന്നു എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അച്ഛൻ നടക്കിടാനായിട്ട് 300 രൂപ തന്നയച്ചിരുന്നു. അത് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇട്ടു സമർപ്പിച്ചു. പിന്നെ രാത്രി 10 മണിയായപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിലൊരു 200 രൂപ കൂടെ വന്നു. ഞാൻ അന്തം വിട്ടിങ്ങനെ നോക്കി, ഇത് ആര്? നോക്കിയപ്പോൾ മാമൻ, എൻ്റെ ഇളയ മാമൻ. എനിക്ക് 200 രൂപ ദേവൂട്ടന്, എൻ്റെ ഇളയ മോന് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അവന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് 200 രൂപ എൻ്റെ അക്കൗണ്ടിലിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ കണ്ണൻ്റെ ഓരോരോ മായകളെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. സത്യം, എനിക്ക് അതുകൊണ്ട് അവൻ അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഒന്നൊരു സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം ഒരു ബാഗ് തോളത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിനകത്ത് എൻ്റെ ഡ്രസ്സും അവൻ്റെ ഡ്രസ്സും, പിന്നെ അല്ല സൈഡിലൊരു ബാഗ്, അതിനകത്ത് ഫോണ്, പൈസ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരു സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കൊച്ചിനെയും പിടിച്ച് സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഗുരുവായൂർ പപ്പടം വാങ്ങിച്ചു. ഗുരുവായൂർക്ക് പോകുമ്പോൾ അതാണല്ലോ ഒരു മെയിൻ കാരണം. ഗുരുവായൂർ പപ്പടം വാങ്ങിച്ചു. പിന്നെ മോന് കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അവിടെ വെച്ച് തന്നെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എന്നിട്ട് അല്ലാതെ വേറെ ഒന്നും സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. കാരണം അത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ആയതുകൊണ്ട്. നമ്മുടെ ബാഗൊന്നും അവിടെ കൊണ്ട് കയറ്റത്തില്ലല്ലോ. വലിയ ബാഗ് നമ്മൾ ഡ്രസ്സുകളും സാധനങ്ങളിലൊക്കെ വേറെ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണല്ലോ നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് ബാഗ് നമുക്ക് വേണം. കാരണം അതിനകത്ത് പൈസയും അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക് പൈസ ഇടാനുള്ള പൈസയൊക്കെ വയ്ക്കാനായിട്ടൊരു ബാഗ് നമ്മൾ കരുതി വെക്കുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പാടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു സാധനവും അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. അപ്പം അവന് 2 കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, കൊച്ചു കളിപ്പാട്ടം, അവളെ വലിയതായിട്ടൊന്നും ആവശ്യപ്പെട്ടതൊന്നുമില്ല. വാ, അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടോ മോയ്? ഇത് തന്നെ ഒരു കൊച്ചു കൃഷ്ണനല്ലേ ഇതെൻ്റെ കൊച്ചു കൃഷ്ണനാ. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിലെ കൃഷ്ണനെ കാണാൻ പോകണം, കൃഷ്ണനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇപ്പം 2ാമത്തെ പ്രാവശ്യം ഞാൻ ഗുരുവായൂർക്ക് പോകണം. ഇനിയും പോവാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സാധിക്കണം. ഞാൻ മാമിനെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടാണ് ഈ പുതിയ ഉടുപ്പും പുതിയ നിക്കറും അവന് ഫോൺ കിട്ടിയ പിന്നെ അവൻ വിട്ടു തരത്തില്ല കേട്ടോ. അപ്പോൾ ഓടും. പിന്നെ എന്നെ സംസാരിക്കാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ഗുരുവായൂർക്ക് പോകണം, ഗുരുവായൂർ കണ്ണനെ കാണണം, ഒന്ന് തൊഴുവണം, നമ്മുടെ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കണം. ഞാനും അവിടെ ചെന്ന് മനസ്സുരുകി തന്നെയാണ് പ്രാർത്ഥിച്ചത്. എന്തായാലും അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.